നിങ്ങളുടെ ഷോർട്സ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ലേ? ഇതേപോലെ 0 വ്യൂസ് സ്റ്റക്കായി കിടക്കുവാണോ? നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആവും അതിന് കാരണം. അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് യൂട്യൂബ് അൽഗോരിതം, അതെങ്ങനെ തിരിച്ചിരിക്കുന്നു എന്നാണ്. ബേസിക്കലി ഒരു യൂട്യൂബ് ഷോർട്സിൻ്റെ അൽഗോരിതം 3 സ്റ്റേജ് ആയിട്ടാണ് തിരിക്കുന്നത്. ആദ്യമത്തേന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് സ്റ്റേജ്. നിങ്ങളിപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യും. യൂട്യൂബ് അതാണെങ്കിൽ ഒരു 100 പേർക്ക് സജസ്റ്റ് ചെയ്യും. അവിടെയുള്ള വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വ്യൂവേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ കണ്ടന്റ് എങ്ങനത്തെയാണെന്നോ ഇഷ്ടപ്പെടുന്നതാണെന്നോ യൂട്യൂബിന് ആദ്യമേ അറിയത്തില്ല. ഒരു ടെസ്റ്റ് ആയിട്ട് 100 പേർക്കാണെങ്കിൽ അയക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള 100 പേർ. അവരിൽ നിന്ന് എത്ര ശതമാനം ആൾക്കാർ കൂടുന്നോ അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും റെക്കമെൻഡേഷൻ പോകുന്നു. ഇപ്പം നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ആ വീഡിയോയ്ക്ക് എത്ര ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടുന്നു അതനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു 20 സെക്കൻഡുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചു, അതിൻ്റെ ഒരു 16 സെക്കൻഡ് വരെ ആൾക്കാർ കണ്ടെന്ന് വിചാരിച്ചു, അതായത് ഒരു 80%. അത്രയും ഡ്യൂറേഷൻ ആൾക്കാർ കണ്ടിരിക്കണം. ഫസ്റ്റ് ടെസ്റ്റിംഗ് സ്റ്റേജ് നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടി. അങ്ങനെ വരുമ്പോൾ 100 കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജിനെയാണ് ബൂസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് വ്യൂ കയറുന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ കൂടും. ഏറ്റവും പ്രധാനമായിട്ട് യൂട്യൂബ് അൽഗോരിതം നോക്കുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന എൻഗേജ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൂടുന്നുണ്ടോ, കമൻറ്റ് കൂടുന്നുണ്ടോ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ, ഇങ്ങനെ ഇതെല്ലാം കൂടിയാൽ മാത്രമേ അവിടെ നമുക്ക് ഒരു റേഞ്ചിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇനിഷ്യലി അവിടെ വെച്ച് നിങ്ങളുടെ വീഡിയോ സ്റ്റോപ്പ് ആവും. അവിടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോഴാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വൈറൽ സ്റ്റേജ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും നിങ്ങൾക്ക് എടുക്കേണ്ടി വരത്തില്ല. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10,000 വ്യൂസിന് മണ്ടക്കോട്ട് വരുന്നതല്ല, നിങ്ങളുടെ വീഡിയോ വൈറലാവാനുള്ള ചാൻസ് എല്ലാം നോക്കുന്നത് ഇവിടാണ്. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഗ്ലോബലി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഗ്ലോബലി ഒരു റീച്ച് കിട്ടും നിങ്ങളുടെ വീഡിയോയ്ക്ക്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വ്യൂസ് സ്വാഭാവികമായിട്ടും കൂടും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് യൂട്യൂബ് അൽഗോരിതത്തെക്കുറിച്ച് മാത്രമാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് വരുന്നത്. യൂട്യൂബിലുള്ള 0 വ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം. എല്ലാവരുടെയും മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അങ്ങ് വിചാരിക്കുന്നു. ആദ്യമേ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് അങ്ങ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ ചാനൽ അവിടെ തന്നെ ഡെഡ് ആവുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു 2 ഡേ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നിങ്ങളുടെ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യുക ചാനൽ. അതിനുശേഷം നിങ്ങൾ എന്ത് കണ്ടന്റ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് മാക്സിമം കാണുക. അങ്ങനെ വരുമ്പോൾ യൂട്യൂബിന് തന്നെ ഒരു ഡേറ്റ കിട്ടും, അതായത് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ വ്യൂസ് കൂടും. അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ആദ്യത്തെ മിനിറ്റുകളിൽ അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള മറ്റ് അക്കൗണ്ടുകളിൽ നിന്ന് കാണുവാൻ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങളുടെ സ്വന്തം ഫോണിലുള്ള അക്കൗണ്ടുകളിലൂടെ കാണുമ്പോൾ നിങ്ങളുടെ ചാനൽ ഒരു സ്പാം കാറ്റഗറിയിലോട്ടാണ് യൂട്യൂബ് മാറ്റുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റീച്ച് കുറയത്തേ ഉള്ളൂ. അതിന് പകരം നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെയോ ഫ്രണ്ട്സിൻ്റെയോ ഫോണിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ സെർച്ച് ചെയ്തെടുക്കണം. അതായത് നിങ്ങളിപ്പോൾ ഇട്ടുന്ന ഷോർട്സിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സെർച്ച് ചെയ്യുക. ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് എന്നുള്ളിടത്ത് ലാസ്റ്റ് ഹവർ കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടെത്തുക. എന്നിട്ട് അവരെയും കൊണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ഇനിഷ്യൽ ബൂസ്റ്റ് നിങ്ങളുടെ ചാനലിൽ കിട്ടും. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രീസായി കിടക്കുന്ന ഷോർട്സ് എങ്ങനെ റിക്കവർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വേറെ ഫോണുകൾ ഉപയോഗിക്കുക. അതിൽ നിന്ന് അക്കൗണ്ടിൽ കയറി നമ്മുടെ യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് റീമിക്സും കൊളാബും ചെയ്യുക ആ അക്കൗണ്ടിൽ. അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബിന് തോന്നും ഈ വീഡിയോയ്ക്ക് വീണ്ടും റീച്ച് കൊടുക്കണമെന്ന്, അതായത് ഒരു ഫ്രഷ് കണ്ടൻ്റ് ആണെന്ന് തോന്നിക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഒരു ഫ്രീസായി കിടക്കുന്ന വീഡിയോയ്ക്ക് വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അവോയ്ഡ് ചെയ്യേണ്ട ചെറിയ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ഡെയിലി 2ൽ കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് സ്പാമിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് മാക്സിമം 2 ഷോർട്സ്, അതിൽ കൂടുതലൊന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്ട്രൈക്ക് കിട്ടുകയും നിങ്ങളുടെ ചാനൽ ഡെഡ് ആവുകയും ചെയ്യും. ഇത് ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഷോർട്സിന് വ്യൂസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക.